അമ്മ അങ്ങോട്ട് നിന്നോ, അമ്മ ക്യൂ നിന്നോ? വേറെ ഒന്നുമല്ല ഗൈസ്, സദ്യ അപ്പുറത്ത് നടക്കുന്നത്. അപ്പോൾ സദ്യക്ക് അമ്മയെ ക്യൂ നിർത്തിയിട്ട് പിന്നെ അതിനുശേഷം വേണം എനിക്ക് ക്യൂ നിൽക്കാൻ. ഇതാ വരുന്നമ്മ ബീച്ച്. അപ്പൊ ഇത് വന്നിട്ടൊരു വളയാണ്. ഹലോ, ഹലോ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. ജ്വല്ലറി വ്ലോഗാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സിൻ്റെ കൂടെ ചേരുന്ന കമ്മലും ചേരുന്ന ക്യൂട്ട് ജ്വല്ലറീസ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ ഇപ്പം. അപ്പൊ കുറച്ച് ട്രെൻഡിങ് ജ്വല്ലേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ട്രെൻഡിങ് ആണോ, അപ്പൊ ഇതിൽ കുറച്ചെണ്ണം ഞാൻ എന്താ റീഫണ്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ് നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ ഓഡിയോയും വിഷ്വലും എല്ലാം ക്ലാരിറ്റി ആണോ, സംഭവം എങ്ങനെ കേൾക്കാൻ പറ്റുന്നതൊക്കെ ക്ലിയർ ആണോ എന്ന് പറയണം. ആദ്യത്തെ ജ്വല്ലറിയിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ജ്വല്ലറി എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇട്ടിരിക്കുന്ന ജ്വല്ലറി തന്നെ. അപ്പൊ ഇട്ടിരിക്കുന്ന ജ്വല്ലറി എന്നിട്ട് ഒരു ഈ ഡ്രസ്സിൻ്റെ കൂടെ കൂടുതലും മാച്ച് ആയിട്ട് പോകുന്നൊരു ഇതാണ്. അപ്പൊ മാല വന്നിട്ട് സിൽവറിന്റെ കളറിലുള്ളതാണ്. ഇത് വന്നിട്ട് വൈറ്റ് സ്റ്റോൺ വന്നിട്ട് അതിന്റെ ചുറ്റിനും കുഞ്ഞു കുഞ്ഞു വൈറ്റ് സ്റ്റോൺസ് ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു ഇയറിങ്സ് ഉണ്ട്. ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഒരു ഇയറിങ്സും ഉണ്ട്. ആ ഇയറിങ്സ് വന്നിട്ട് ഇതിന്റെ ഡിസൈൻ അതേ മാച്ച് ചെയ്യുന്നൊരു ഡിസൈനാണ്. ഇത് വന്നിട്ട് 199 രൂപ സംതിങ് എത്രന്റെ ആയിട്ടുള്ളൂ. കൂടെ അത് പറയാൻ പറഞ്ഞു, ഇതിന്റെ കൂടെ ഒരു ഐറ്റവും കൂടെ ഉണ്ട് കേട്ടോ. കൂടെ ഉള്ളത് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് എനിക്ക് ഓർമ്മ വന്നതേ, നമ്മളെ ടൈറ്റാനിക് ഇല്ല, അതിന്റെ അടുത്തൊന്നും വരത്തില്ല. ടൈറ്റാനിക്കില് ജാക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നൊരു ജ്വല്ലറിയില്ല. പക്ഷെ എനിക്ക് അത്രയൊന്നും നല്ലതെന്ന് പറയത്തില്ല. കാര്യം എന്നാലും നമ്മളെ സിമ്പിൾ ആയിട്ട് ചില ഫ്രോക്കിൻ്റെ കൂടെ ഇത് കണക്കുള്ള ഒന്നും അധികം വർക്ക് ഇല്ലാത്ത ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ ഇട്ടിട്ട് പോയ സംഭവം കിടലായിരിക്കും. ഫ്രോക്ക്, ഇത് കണക്കുള്ള ടോപ്പ്, ജീൻസിൻ്റെ കൂടെ ഇടാം, നമുക്ക് ചുരിദാറിൻ്റെ കൂടെ ഇടാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അത്. അപ്പൊ ഇത്രയും സാധനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ ഇതാണ്. ഇപ്പൊ ട്രെൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ ഇതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ആയിട്ട് എടുക്കാവുന്നുണ്ട്. ട്രെൻഡിങ് ആണെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിടുന്ന അതല്ലേ ട്രെൻഡിങ്. അപ്പൊ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് വാങ്ങിച്ചു നോക്കാം കേട്ടോ. ഇത് മീഷോന്നാണ്, ഇതെല്ലാം മീഷോന്നാണ് കേട്ടോ. സംഭവം ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ക്വാളിറ്റി സാധനമാണ്. മീഷോ മാവാൻ പറ്റത്തില്ല. പിന്നെ അതങ്ങനെ റിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിങ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിങ്ങനെ ലെങ്ത് ഉള്ള നല്ല ലെങ്ത് ഉള്ള. ഇതില് പക്ഷെ വേറൊരു ലോക്കാന്ന് തോന്നുന്നു. ഇതിലിതാ ഇങ്ങനത്തെ ലോക്കാണ്. ഇതിൽ പക്ഷെ വേറെ ലോക്കാണ്. ഇതിന് നമ്മളെ സ്വർണത്തിലൊക്കെ ഉള്ള കണക്കിട്ട് ലോക്കാണ്. പിന്നെ വന്നിട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് ഇച്ചിരി ട്രെൻഡ് മാറിയെന്ന് തോന്നുന്നില്ലേ, ഞാൻ ഇച്ചിരി അപ്ഡേറ്റ് ചെയ്യേണ്ടതായിരിക്കും തോന്നുന്നു. ഇത് വന്നിട്ട് ക്ലോവർ പെൻഡന്റ് ആണ് കേട്ടോ. 4 ലീഫ് ഉള്ള ക്ലോവർ പെൻഡന്റ് ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് സൈഡിൽ കൊടുത്തേക്കാം. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കറുത്ത് വന്നിട്ട് ഇതിന്റെ എൻഡിലും ഈ ലോക്കറ്റിന്റെ സെയിം ഡിസൈൻ ആണ്, ബ്ലാക്ക് തന്നെ. ഇത് വന്നിട്ട് റോസ് ഗോൾഡ് ആണ് കേട്ടോ. റോസ് ഗോൾഡ് ടൈപ്പ് ആണ്, കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്. പിന്നെ വന്നിട്ട് നല്ല ലെങ്ത് ഉണ്ട്, നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിടാം. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി കൂടെ കയറ്റി ഇടുന്നതുകൊണ്ട് ഇതിന് കുറച്ചും കൂടി ഇങ്ങനെ അടുത്തോട്ട് നിൽക്കത്തില്ല. അത് ഇവിടെ ഇടാൻ ഇതുവരെ ഉള്ളൂ. പക്ഷെ എന്നാലും സംഭവിച്ചിട്ട് നമുക്ക് മേലോട്ട് പിടിച്ചിടാവുന്ന രീതിയിലാണെങ്കിൽ സംഭവം ഓക്കെയാണ്. പിന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയൊരു കമ്മലുണ്ട്. അപ്പൊ ഇതിൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഒരു പെയറാണ് കേട്ടോ. ഇതിന്റെ അതേ ലോക്കറ്റിന്റെ അതേ ഡിസൈൻ തന്നെ നമ്മളെ കമ്മലിന്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകത അല്ല, ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇത് വന്നിട്ട് റോസ് ഗോൾഡ് ആണ്. റോസ് ഗോൾഡ് ചെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കമ്മലി വന്നിട്ട് പക്ക അവര് ഗോൾഡ് കളറാണ്. മറ്റേ ലോക്കൽ ഗോൾഡ് കളർ അതേ കണക്കത്തെ ഗോൾഡ് കളറാണ്. അങ്ങനെ അറിയത്തില്ല, പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ ഉള്ളൊരു റിലേഷൻ നല്ല രസമാണ് കേട്ടോ. ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പൊ ഇത് വന്നിട്ട് റേറ്റ് എന്ന് പറയുന്നത് 218 സംതിങ് ആണ് ഇത്. പക്ഷെ ഇത് ഇച്ചിരി റേറ്റ് ആയെന്നൊക്കെ എനിക്ക് തോന്നുന്നു. ക്വാളിറ്റി ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. ക്വാളിറ്റി നല്ല പക്ക ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ഇതിന് മുമ്പ് വാങ്ങിച്ചൊരു ചെയിൻ ഉണ്ടായിരുന്നു, അത് ഇച്ചിരി കളർ പോയി. റോസ് ഗോൾഡിന്റെ അല്ല, മറ്റേ ഗോൾഡ് കളറില്ലേ, ഈ ചെയിനിലും ഗോൾഡ് കളർ തന്നെ, അതിന്റെ ഒരു ഇത്തിരി കളർ പോയിട്ടുണ്ട്. കാര്യം ഇതിന്റെ അല്ല, നമ്മുടെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വട്ടമായിരുന്നു. അതിന്റെ 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു, മുമ്പേ ഒരെണ്ണം വാങ്ങിച്ച്. അതിന്റെ ഗോൾഡിന്റെ കുറച്ച് കളർ പോയി. ഇത് പക്ഷെ റോസ് ഗോൾഡ് ആയിട്ട് എനിക്ക് അറിയില്ല, കളർ പോകുന്ന അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സാധനമാണ്. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. ടോപ്പിൻ്റെ കൂടെ അല്ല, എല്ലാത്തിൻ്റെ കൂടെ ഇടാൻ പറ്റും.
കുട്ടികൾക്കൊക്കെ ഇട്ടുകൊണ്ടുപോകാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ വന്നിട്ട് മുമ്പേ പറഞ്ഞ ചെയിൻ ഉണ്ടല്ലോ, സിൽവറിന്റെ ചെയിന്റെ വിലയെന്ന് പറയുന്നത് മോതിരം, അതിനകത്ത് മോതിരമുണ്ട്, കമ്മലുണ്ട്, മാലയുണ്ട്. ഇത്രയോടെ 119 രൂപയായുള്ളൂ. 119 രൂപ. ഇതിന് 218 രൂപയായി ഈ മാലയും ഈ കമ്മലിനും മാത്രം. പക്ഷെ എനിക്ക് തോന്നുന്നു അതായിരിക്കും ലാഭം. നമ്മള് സെറ്റായിട്ട് റിങ്ങും ഒരു മാലയും കമ്മലും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സിൽവറിന്റെ ഒരു ചെയിനോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അത്രയും മതി നമ്മളെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ ഇത്രയാണ്. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത കണ്ടോക്കാം. നമുക്കൊരു വള കണ്ടോക്കാം. വളയെന്ന് പറയുമ്പോൾ ഇത് മുമ്പേ ഞാൻ പൊട്ടിച്ചതാണ്. നിങ്ങളുടെ കൂടെ പൊട്ടിക്കാൻ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പോഴത്തേക്ക് എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇത് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ സംഭവം ഞാൻ മാറ്റി വെച്ച കാര്യം ഒന്നും കൂടെ ആദ്യമേ എടുക്കേണ്ടത്. ഇന്നലെയാണ് സംഭവം ഇതെല്ലാം എടുത്തത്. പക്ഷെ അത് ഓടിയില്ല. ഇത് കണക്കുള്ള ഓരോരോ മന്ത്രങ്ങൾ. രാത്രിയാണ് ഞാൻ വീഡിയോയുടെ ഒരു ഇത് നോക്കിയത്. എങ്ങനെയുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഓടിയില്ല. അത്രയ്ക്ക് നല്ല ഇതാണ്. എല്ലാം നല്ല രീതിയിൽ എടുത്തതാണ്. അൺബോക്സ് ചെയ്യുന്ന കണക്ക് ഈ കവറെല്ലാം പൊട്ടിച്ച് നിങ്ങളുടെ കൂടെ തന്നെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നടന്നില്ല. വീണ്ടും എടുക്കേണ്ടതാണ്. സാരമില്ല. ഇത് വന്നിട്ട് ഒരു ഓക്സിഡൈസ്ഡ് വളയാണ് കേട്ടോ. ഒരു ആനയുടെ ഡിസൈനാണ്. ഇതെല്ലാം ആനയാണ്. അപ്പോൾ എനിക്ക് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സാരി ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ബ്രൊക്കേഡ് ബ്ലൗസോ അങ്ങനെ കൊടുത്തിട്ട് നമ്മളെ ഓക്സിഡൈസ്ഡ് മാലയും ഒരു ത്രെഡ് വർക്കിൽ ഓക്സിഡൈസ്ഡ് മാലയും ഓക്സിഡൈസ്ഡ് കമ്മലും അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വാങ്ങിച്ചതാണ്. എനിക്ക് ഈ ഓക്സിഡൈസ്ഡും ഈ സിൽവറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓക്സിഡൈസ്ഡ് കൂടുതൽ വാങ്ങിക്കുന്നത്. സംഭവം കൊള്ളാം. അല്ല, പക്ഷെ ഇത് ഇച്ചിരി സാരിയിലെങ്ങാണ്ട് ഉടക്കുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം. ക്വാളിറ്റി ഉണ്ട്. നമ്മളെ മീശമാവും പറ്റിച്ചില്ല. എനിക്ക് തോന്നി ഇതിന്റെ താഴത്തെ സൈസ് ആണെന്ന് തോന്നുന്നു എനിക്ക് സ്യൂട്ടബിൾ. പിന്നെ കുഴപ്പമില്ല, ഇത്രയൊക്കെ കിടന്നാലും നമുക്ക് ഇടാം. അതിനകത്തൊരു ബ്ലാക്ക് ഒരു ഇതും കൂടെ വരുന്നത്, ബ്ലാക്കും സിൽവറും കൂടെ ഉള്ളതാണ് കേട്ടോ. അതിന്റെ വീഡിയോ എടുത്തേക്കാം. ഒരു ബ്ലാക്കും സിൽവറും കൂടെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ കുഞ്ഞു ആനയുടെ ഇതിൽ വരെ ഡിസൈൻ ഉണ്ട്. നല്ല കളയാണ്. ഞാനിത് 2 എത്രാണ്ടാണ്. ഞാൻ ഇതിന്റെ കോഡ് കൊടുത്തേക്കാം. സംഭവം കൊള്ളാം. 2 എണ്ണേ ഉള്ളൂ. 2 എണ്ണം വന്നിട്ട് വില വന്നിട്ട് 140 രൂപയാണ് കേട്ടോ. 140 ഇതിന്റെ രണ്ടിന്റെ വില. നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടുതലാണ്. പക്ഷെ എന്നാൽ ഈ ഓക്സിഡൈസ് സംഭവം ആയതുകൊണ്ട് നമ്മളൊക്കെ 1000 രൂപയുടെ ബഡ്ജറ്റിൽ ചിലർ ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ 100 താരെയാണ് നോക്കുന്നത്. അതും വളയൊക്കെ 140 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒക്കേഷൻ അനുസരിച്ചിരിക്കും. നിങ്ങൾ പക്ക ഒക്കേഷൻ നോക്കി വെയർ ചെയ്യുന്നവരാണെങ്കിൽ ഇത് വേർത്ത 140 രൂപയ്ക്ക്. ഇനി നമുക്ക് അടുത്ത കുറച്ച് കമ്മലുകൾ കാണാം. സെറ്റോടെ വാങ്ങിച്ച കുറച്ച് കമ്മലുകൾ. അല്ലെങ്കിൽ വേണ്ട, എന്തായാലും വള കാണിച്ചു തുടങ്ങിയല്ലേ. വള കാണിച്ചു തുടങ്ങിയതുകൊണ്ട് തന്നെ വളയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം തന്നെ കാണിച്ചുതരാം. ഈവിലായി ഇപ്പം ത്രെഡിൽ വന്നിട്ട് ഒരു ഈവിലായി മാത്രമേ വരുന്നതായിരിക്കും കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഒരു ത്രെഡിൽ ഇങ്ങനെ ഒരു കറുത്ത ത്രെഡ് വന്നിട്ട് ഒരു ഈവിലായി മാത്രം. ഞാനിത് വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഹെവി ആയിട്ടാണ്. ഇത് വന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഈ ഡിസൈൻ ഉണ്ട്. ഒരുമാതിരി ഇവിടെ മഞ്ഞിന്റെ സ്നോഡാണൊക്കെ. പിന്നെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മണി ഇങ്ങനെ. അതെല്ലാം ഈവിലൈനും ഉള്ളതാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹാൻഡിന്റെ ചിഹ്നം വന്നിട്ട് അതിന്റെ അകത്ത് ഇങ്ങനെ കാണും. അതുണ്ട്. അത് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇച്ചിരി ഹെവി ആയിട്ട് ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ വേറെ ഉണ്ട് കേട്ടോ. ഇതില് ത്രെഡ് വരുന്ന ഡിസൈൻ ഉണ്ട്. പിന്നെ ആംഗ്ലറ്റ് ആയിട്ട് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. അതും കൊള്ളാം. ഞാൻ സംഭവം ഇതാണ് എടുത്തത്. ഇത് വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇടാറുള്ളൂ. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കമ്മൽ സെറ്റ് തന്നെ കാണാം. കമ്മൽ വന്നിട്ട് ഇതിലാണ് കേട്ടോ. 3 ഇതിലിപ്പോ നല്ലപോലെ പൊതിഞ്ഞതാ ഇങ്ങനെ കവറിൽ സെക്യൂർ ചെയ്താണ് മീഷോ മാമ അയച്ചത്. വേറെ സംഭവം വന്നാലും ശരി, മീഷോ മാമ ഇപ്പൊ നല്ല സെക്യൂർ ചെയ്താണ് അയക്കുന്നത്. എനിക്ക് സംഭവം ആദ്യത്തെ കമ്മലിനൊരു ഡിഫക്റ്റ് പറ്റിയെന്ന് പറയുന്നത്, ഞാൻ എടുത്തപ്പോൾ നല്ല സെക്യൂർ ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് പൊട്ടിച്ചു നോക്കിയതും മീഷോ മാമ എന്നെ പറ്റിച്ചു. ആണി അതിനകത്ത് കയറുന്നില്ല. ഈ കമ്മലിനകത്തും ആണി കയറുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം പറ്റി. കാര്യം എന്തെങ്കിലും ഒരു കുറവ് മീഷോ മാമിന് വേണ്ടി, അല്ലെങ്കിൽ മീഷോ അല്ലാതായി പോകത്തില്ലേ. അതുകൊണ്ട് ഇതില് ആണി കയറാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല സെക്യൂർ ആയിട്ടാണ് വന്നത്. ഇപ്രാവശ്യം എന്തായാലും കൂടുതലും എനിക്ക് പറ്റിയത് ഒരെണ്ണത്തിലുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ അല്ലാതെ കുർത്തി ഓർഡർ ചെയ്തു കേട്ടോ. കുർത്തി ഒരു 5 എണ്ണം ഞാൻ ഇങ്ങനെ ഹോൾ വീഡിയോ ആയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച്, നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തരാം. ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ഞാൻ വാങ്ങിച്ച 5 എണ്ണത്തിൽ ആകെപ്പാടെ ശരിയായത് ഒരെണ്ണമാണ്. അപ്പൊ ഇപ്പം മീഷോ അയക്കുന്നതെന്ന് പറയുന്നത് ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ കവർ വെച്ച് നമുക്ക് കാണാം
സംഭവം അത് തന്നെയാണോ എന്ന്. അതുകൊണ്ട് കാര്യം ഞാൻ പൊട്ടിച്ച് തുറന്നു നോക്കിയതുമില്ല. അതിനു മുമ്പ് എനിക്ക് മനസ്സിലായി സംഭവം ഇത് വേറെയാണ്. അന്നേരം ഞാൻ എന്തെന്ന് പറഞ്ഞാൽ അതേ കണക്ക് തന്നെ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട് റിട്ടേൺ അടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം വേറെയായിരുന്നു ഗൈസ്. ഞാൻ ഓർഡർ ചെയ്ത കളർ പോലും അല്ല വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് മീഷോയിൽ നിന്നൊരു ഇത്രയും ബഡ്ജറ്റ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും പറ്റുന്നത്. അതേ അല്ല, വേറെ ഏതോ ഒരു പഴംതുണി കണക്കിരിക്കുന്നത് ആരോ ഉപയോഗിച്ച് ചീത്തയായ അത്രയ്ക്കും ഡൂക്ലി ഐറ്റം ആയിരുന്നു വന്നത്. അത് ഞാൻ ഇത് കാണിക്കുന്നില്ല, ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പൊ നമ്മളുടെ ഇത് വന്നില്ലേ 3 സെറ്റാണ്. കാരണം ഇതാണ് ആദ്യത്തെ സെറ്റ്. ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, ഞാൻ ഈ വീഡിയോയിലുണ്ട്. ഇതാണ്ട് ഇങ്ങനെയാണ് ആദ്യത്തെ സെറ്റ് വന്നിട്ട്. ഇത് ആർട്ട് വർക്ക് ആണ് കേട്ടോ. ആർട്ട് വർക്ക് വന്നിട്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് 193 എങ്ങാണ്ടാണ് ഇതിന്റെ റേറ്റ്. ഞാൻ അത് കൊടുത്തേക്കാം. ഇത് ആർട്ട് വർക്കാ ചെയ്തേക്കുക. നമ്മൾ ഈ ചിരട്ടയിലൊക്കെ ടെറാക്കോട്ട എന്തോ ഒരു ഇതുണ്ടല്ലോ, അതില് വന്നിട്ട് അങ്ങനെ ചെയ്തേക്കാണ്. ഇതിന്റെ ബാക്കിൽ വന്നിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തേക്കും. ഗോൾഡ് പ്ലേറ്റിൽ എന്തോ ഈ മെഴുക് കണക്കുള്ള ഡിസൈൻ കൊടുത്തിട്ട് നമ്മളെ നടുക്കിങ്ങനെ ഗോൾഡ് ഫ്ലവർ ഒക്കെ വന്നിട്ട്, ഇവിടെ ചുമപ്പാണ് കേട്ടോ. ചുമപ്പുണ്ട്, പച്ചയുണ്ട്, ഗോൾഡ് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു മറ്റേ ഇങ്ങനെ മാല പോലെ ബീഡുണ്ടല്ലോ, ബീഡ്സ് വർക്ക് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതും ഇതിന്റെ ഫോട്ടോ എടുത്തേക്കാം. ഇത് വന്നിട്ട് ഇതിന്റെ ക്വാളിറ്റി എനിക്ക് പ്രശ്നമൊന്നും തോന്നില്ല. ഹാങ്ങിങ് കറക്റ്റ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്ന ഒരു ഹെവി, നമ്മളെ കാതിലിങ്ങനെ ഹെവി ആയിട്ട് കിടക്കുന്നത്. നമ്മള് വെയിറ്റ് നല്ല രീതിയിൽ നമ്മളെ കാതിന് അറിയാൻ പറ്റും. വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. വെയിറ്റ് ഹാങ്ങിങ് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഇത് വേണ്ടെന്നേ ഞാൻ പറയൂ. അല്ലാതെ നമ്മൾ ഹാങ്ങിങ് ഒക്കെ ഇടുന്ന ഹെവി ജ്വല്ലേഴ്സ് ഇടുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് പക്ക കറക്റ്റ് ആണ്. സംഭവം നല്ല ഭംഗിയാണ്. കുർത്തയിലൂടെയും പോകും, നമ്മുടെ ട്രഡീഷണലിലൂടെയും വെസ്റ്റേണിലൂടെയും ഒക്കെ പോകുന്ന വിഷുവിനും ഇടാൻ പറ്റുന്ന ഒരു ഇതാണ്. കണ്ടോ, ഫ്ലവർ ആണ് ഇതിനെല്ലാം. അപ്പൊ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ ഒക്കെ ഇടാം. ഇതൊരു ഹെക്സഗൺ അങ്ങനെ എങ്ങാണ്ട് ഒരു സംഭവം ഉണ്ട്, എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിന്റെ തന്നെ വേറൊരു ഷേപ്പും ഉണ്ട്. ഇതാണത്. ഇത് റെഡും ഗോൾഡും പച്ചയാണെങ്കിൽ ഇത് വന്നിട്ട് ഒരു ബ്ലാക്കും വൈറ്റ് ഗോൾഡ്. ഇത് ഗോൾഡിന്റെ ഇത് വളച്ച് വെച്ചേക്കാണ് കേട്ടോ. അത് കണക്ക് തന്നെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഗോൾഡ് പ്ലേറ്റ് ആണ് അടിയിൽ കൊടുത്തേക്കുന്നത്. പിന്നെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തേക്കും. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇട്ടാൽ നല്ല രസമുണ്ട്. ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഒരു ഈർക്കിൽ കിടക്കുന്ന കണക്കെ ഫ്രണ്ടിൽ നിന്ന് തോന്നും, പക്ഷെ സൈഡിൽ നിന്ന് തോന്നുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതുണ്ടല്ലോ പ്ലാസ്റ്റിക്കിന്റെ ഈ ഉടച്ചിട്ട് ചെയ്യുന്നതാന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഇതായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. ഇത് ചെയ്യുന്നവർ കാണും. ഇത് ചെയ്തെടുക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അത് നല്ല രസമായിരിക്കും. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ, ഇത്രയും കിടന്ന് വാങ്ങിക്കണ്ടല്ലോ. നമുക്ക് അത് കണക്കുള്ള കലയൊന്നും ഇല്ല കേസ്. എന്താ ചെയ്യാൻ, ഇതെല്ലാം വാങ്ങിയേ പറ്റും. കലയില്ലെന്ന് പറയുന്നത് അറിഞ്ഞൂടാ. ഇത് ചെയ്യാൻ പറ്റുമായിരിക്കും, എനിക്കറിയില്ല. ചെയ്യുന്നവരൊക്കെ കാണും, ഇതൊക്കെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ എന്താ ചെയ്യാൻ. അപ്പോൾ ഒരു ഹാങ്ങിങ് കമ്മൽ ഉപയോഗിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റഡാണ് കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു ഹാങ്ങിങ് ടൈപ്പാണ്. ഹാങ്ങിങ് ആണെങ്കിൽ ഹെവി ഉണ്ട് കേട്ടോ, നല്ല ഹെവിയാണ്. ഇനി അടുത്ത വന്നിട്ട് ഇതാണ്. ഇതിന് ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, അതൊന്ന് ഇട്ട് കാണിക്കാം. അതിങ്ങനെ ഇത് വന്നിട്ട് ഒരു ഗ്രീൻ, റെഡ്, ബ്ലാക്ക്, പിന്നെ വന്നിട്ട് ഒരു ഗോൾഡ് ഇങ്ങനെ റിങ് ചെയ്ത് ഫ്ലവറുകളൊക്കെ ആയിരിക്കുന്നുണ്ട്. എന്താ വളച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടെ മറ്റേതിന്റെ സൈഡിൽ ബീഡ് വർക്ക് ഇല്ലായിരുന്നു, ഇവിടെ ബീഡ്സ് വർക്ക് ഉണ്ട്. അതാണ് ഇതിന്റെ കേട്ടോ. അടുത്ത നമുക്ക് ഒരു മാല തന്നെ വാങ്ങിക്കാം. മാല വന്നിട്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അല്ല ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ബ്ലോക്ക്, ഇവിടെ ഇങ്ങനെ ബ്ലോക്ക്, ഇവിടെ ഇങ്ങനെ ഇത് തിരിച്ച് മറിച്ചു വിടാൻ പറ്റും. നല്ല ഭംഗിയാണ് വന്നിട്ട്. ഇതും വില വന്നിട്ട് ഞാൻ കൊടുത്തേക്കാം. ഇതും അത്രയും വിലയൊന്നും ആയില്ല. ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ഈ ജിമുക്കാസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ വിഷുവിനൊക്കെ ഇങ്ങനെയുള്ള ഇതിന്റെ ഞാൻ ഓക്സിഡൈസ്ഡ് ആണ് വാങ്ങിച്ച. കാര്യം എനിക്ക് ഓക്സിഡൈസ്ഡ് സെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ മജന്ത കല്ലുകള്, ഇവിടെ വന്നിട്ട് നമ്മുടെ ഓക്സിഡൈസ്ഡ്, ഇത് സിൽവർ, പിന്നെ ഇവിടെ ഇങ്ങനെ ബീഡ്സ് ഉണ്ട്. അടിയിൽ ബ്ലാക്ക്, മേളില് വൈറ്റ് ബീഡ്സ്. ബ്ലാക്ക് നല്ല കുഞ്ഞു ബീഡാണ്, ഇവിടെ ഇച്ചിരി വലിയ ബീഡ്സ് ആണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് രണ്ടും നല്ല ഭംഗിയാണ്. ഇത് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഇവിടെ സൈഡിൽ ഇത് കൊടുത്തേക്കാം. നമ്മൾ നമുക്ക് ചില കണ്ടന്റ് കൊണ്ടുവരാൻ ഭയങ്കര പേടിയായിരിക്കും. അത് കണക്ക് പേടിച്ചിരിക്കുന്ന സംഭവം. എനിക്കിങ്ങനെ ബ്ലാക്ക് സാരിയുടെ പെയർ ചെയ്തൊരു വീഡിയോ ഇഷ്ടമെന്നുണ്ട്. നോക്കാം, ബൈ ദ ഗോഡ് ഗ്രേസ് നോക്കാം.
നമ്മളെ ജുവലറി ഹോൾ വന്നിട്ട് ഇത്രയാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട, ഞാൻ എല്ലാം സിമ്പിൾ ആയിട്ടുള്ളതാണ് കാണിച്ചത്. ഹെവി ആയിട്ട് ഇയറിങ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എന്തൊക്കെയാ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. അത് നമുക്ക് വീഡിയോയിൽ ഇഷ്ടപ്പെടുന്ന എന്താണ് കാര്യങ്ങളൊന്നും, ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന്, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറയാനും മറക്കരുത്. നമ്മളൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്, എന്തെങ്കിലും കുറവുകളൊക്കെ കാണും. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പറയാ. ഇതിൽ ഇഷ്ടപ്പെടാത്തതുണ്ടെന്നും പറയാ. ഇതിപ്പം അത്ര ട്രെൻഡിങ് ആണോന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറെ സിമ്പിൾ പീസസ് ആണ് കേട്ടോ കാണിച്ചു തന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഒന്നെങ്കിൽ അല്ലെങ്കിൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുതിയ പുതിയ കണ്ടന്റുമായിട്ട് എനിക്ക് വീണ്ടും വലിഞ്ഞേറി വരാൻ പറ്റും. അപ്പോൾ വീണ്ടും എൻ്റെ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും ഞാൻ പറയണത്, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ നമ്മളെ ചിരിച്ചിരിക്കുക എല്ലാവരും. അപ്പൊ സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ഈ വീഡിയോ കാണുക. അപ്പൊ അത് കണക്കാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്. അപ്പൊ ഇംഗ്ലീഷ് അല്ല, നമുക്ക് ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അത് കണക്കാണ് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളെ കമന്റ്, ഇതിൽ വീഡിയോസ് ആരും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡീറ്റെയിൽഡ് വീഡിയോ കാണുന്നവരാണെങ്കിൽ കാണാൻ സമയമുണ്ടെങ്കിൽ, അപ്പോൾ എൻ്റെ വീഡിയോ അത്ര നല്ല ഇതായിട്ടൊന്നും ഇല്ല, ഞാൻ ചെയ്തു വരുന്നതേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പിന്നെന്താ, അത്രയൊക്കെ ഉള്ളു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റ.